പൂക്കോടെ ഉള്ളത്. കയാക്കിലൊന്ന് പോട്ടെ കേട്ടോ, കുറച്ച് തോണി തോന്നി വെക്കാം. അപ്പൊ ഗൈസ് ഷൂ ഒക്കെ അഴിച്ച് ഇവിടെ വെച്ചിട്ട് വേണം കയാക്കിൽ പോവാൻ കേട്ടോ. മുങ്ങിയിട്ടില്ലേ കാണാം. അപ്പൊ ഗൈസ് ഇത് കേറാൻ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് സത്യത്തിൽ പേടിയാ കേട്ടോ. ഒന്ന് കേറി നോക്കാം എന്താവോ ആവോ. എൻ്റെ അമ്മേ, ഓ മൈ ഗോഡ്. ഇവിടെ ഇതിന്റെ മേലെയാ? എൻ്റെ അമ്മേ, ഫോണൊക്കെ നനയുമാവും. അപ്പൊ ഗൈസ് കയാക്ക് തുഴഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ തുഴയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ അമ്മോ, വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോണിൽ വല്ലാണ്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റില്ല, കാരണം രണ്ടുപേരും തുഴയണല്ലോ. ലുക്ക് കണ്ടിട്ട് പഞ്ചാബി തലകെട്ടൊക്കെ ഉണ്ട്. ഫാമിലി അവർ ബോട്ടിങ് ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ ഗെയ്സ് തുഴഞ്ഞ് ഏകദേശം പകുതി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താവും അറിയില്ല, മുങ്ങിയിട്ടില്ലെങ്കിൽ കാണാം, മുങ്ങുമോ എന്തോ. ഹാ ജി, ആപ് कैसे हो? बढ़िया है. अब किधर का है? पंजाबी है? पंजाब से? ठीक है. इधर फर्स्ट टाइम है? कैसा हमारा गांव कैसा है? वेरी नाइस. ठीक है. कितना दिन इधर कितना दिन हो गया केरला में? അപ്പോൾ ഗെയ്സ് കയാക്കിലുള്ള യാത്ര വയനാട് പൂക്കോട് വരുന്നവർ മിസ് ചെയ്യണ്ട കേട്ടോ. ശാന്തമായ തടാകം, ഇതിലൂടെ കയാക്കിൽ തുഴഞ്ഞിങ്ങനെ പോകുമ്പോഴുള്ള അനുഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ അറിയണം. റേസിന് ഞങ്ങൾ റെഡിയാ. കമോൺ, റെഡി. Come on. അപ്പൊ ഗൈസ് മുങ്ങിയില്ല, തിരിച്ചെത്തി, ലക്ഷ്യത്തെത്തി കേട്ടോ. താങ്ക്സ് ഗോഡ്. ഇത് എനിക്ക് കുറച്ച് പാടുപെടുമല്ലോ, അത് പിടിക്കണമെങ്കിൽ എമ്മി. ഇതിപ്പോ മീൻ തോന്നുന്നു. താങ്ക്സ് ഗോഡ്, മുങ്ങിയില്ല, തിരിച്ചെത്തി.